2024 ഞാൻ പരിചയപ്പെട്ട ബുക്കുകൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം. ഒന്നാമതായിട്ട് മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം. മാധവിക്കുട്ടിയുടെ കൈയും പിടിച്ച് അവരുടെ ഓർമ്മകളിലേക്ക് ഞാൻ നടന്നു ചെല്ലുമ്പം എവിടേക്കോ എൻ്റെ ഓർമ്മകളെ ഞാൻ കണ്ടെത്തിയെന്നതാണ് ഈ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയ എൻ്റെ അനുഭവം. നിങ്ങൾക്കെല്ലാവർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായി കാണും. രണ്ടാമത്തെ ബുക്ക് മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ. ബുക്ക് വാങ്ങിക്കാൻ ഒരു കാരണമുണ്ട്. പണ്ട് 7ാം ക്ലാസ്സിൽ പഠിച്ചു മറന്ന ആമിയും ചേട്ടനോടുണ്ടാക്കിയ പുണ്യകാസൻ്റെ ബാക്കി അറിയാനായിട്ട് ഞാൻ വാങ്ങിച്ച ബുക്കാണിത്. അടുത്തത് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയാണ്. 13 കഥകളുള്ള ഈ ബുക്കിൽ ഒരു കഥയുടെ പേര് പറഞ്ഞാൽ എല്ലാവരും അറിയാതിരിക്കില്ല. നഷ്ടപ്പെട്ട നീലാംബരിയുടെ കഥ പറയുന്ന മഴ എന്ന സിനിമ. 7 പേജുകളിൽ പറഞ്ഞു പോകുന്ന കഥ എന്ത് ഭംഗിയായിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. ഈ കഥകളെല്ലാം സിനിമയായാൽ എങ്ങനെയിരിക്കും? അടുത്തത് ബെന്യാമിൻ്റെ ആടുജീവിതം. ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കാണ് ഈ വായിക്കുന്നത്. ഒരു വായനക്കാരനെ ഒട്ടും മുഷിപ്പിക്കാതെയും കഥകൾ പറയാമെന്ന് മനസ്സിലാക്കിയത് ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചപ്പോഴാണ്. ഈ വശം തന്നെ ഈ ബുക്ക് വായിക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ആടുജീവിതം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് വായിക്കണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ആ സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അമല പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഒരു യാത്രക്കിടയിൽ 2-3 മണിക്കൂറിനുള്ളിൽ വായിച്ചു തീർന്ന പുസ്തകമാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നത്. ആ വീഡിയോയുടെ കമൻറ്റിൻ്റെ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ വളരെയധികം മോശം അഭിപ്രായങ്ങളായിരുന്നു. ഇല്ല, അവർ കള്ളം പറയാണ്, തള്ളുകയാണെന്നുള്ളത്. പക്ഷേ ഇത്രയും കട്ടി കൂടിയ ബുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ വായിച്ചു തീരാമെന്നത് സത്യമായ കാര്യമാണ്. അത് വായിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. അതാണ് ബെന്യാമിൻ മാജിക്. ജീവിത സിനിമ എനിക്ക് അത്ര സംതൃപ്തി തന്നിട്ടില്ല. ഇത് മലയാറ്റൂരിൻ്റെ യക്ഷിയാണ് എൻ്റെ ഫസ്റ്റ് സൈക്കോളജിക്കൽ ത്രില്ലർ. കുട്ടിക്കാലം മുതലേ കേട്ടു വളർന്ന എല്ലാ യക്ഷി സങ്കല്പങ്ങളും ഈ ബുക്കിലുമുണ്ട്. അടുത്തത് കെ.ആർ. മീരയുടെ ആ മരത്തെയും മറന്നു ഞാൻ. കഥ വളരെ ചെറുതാണെങ്കിലും മനസ്സിലേൽപ്പിക്കുന്ന ഒരു വിങ്ങൽ അത് വളരെ വലുതാണ്. ഇപ്പോഴീ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കൂടിയും മനസ്സിൽ 5 നിലയുടെ മുകളിൽ നിന്ന് എന്തായിരിക്കും അവർ പിന്നീട് ചെയ്തത്? അവരവിടെ നിന്ന് ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് കാണുമോ? അവരിനി അവരുടെ ഉള്ളിലെ മുറിക്കപ്പെട്ട മരത്തിന് ഇനിയും കിളിർപ്പുകൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെയായിരുന്നു. എന്തെന്നില്ലാതെ മനസ്സിനെ വേദനിപ്പിച്ച ശേഷം ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥയാണ് കെ.ആർ. മീരയുടെ ആ മരത്തെയും മറന്നു. അടുത്തത് മോർഗൻ ഹുസൈലിൻ്റെ ദ സൈക്കോളജി ഓഫ് മണി. മുഷിപ്പോടെ വായിച്ചു തുടങ്ങിയ ബുക്കായിരുന്നു ഇത്. പക്ഷേ വായിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബുക്കായി മാറിയത് ആ എഴുത്തുകാരൻ്റെ കഴിവാണ്. ബുക്ക് വായിച്ചു തീർന്നിട്ടില്ല. പുതിയ അതിഥിയെ ഞാൻ 2025 തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓറഞ്ച് തോട്ടത്തിലെ അതിഥി. ഈ ബുക്കുകളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വർഷം വായിച്ചു തീർന്നത്. സൈക്കോളജി ഓഫ് മണി ഇനിയും വായിക്കാനുണ്ട്. 2025 ബാക്കി കാണാം.